കർത്താവ് ഇപ്രകാരം ഒരു അവസരം ഒരുക്കിയ കർത്താവിന്റെ വലിയ കൃപയെ ഓർത്ത് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയും, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ശാരീരികമായിട്ട് അല്പം സുഖവും ഇല്ലാത്തത് കൊണ്ട് ഇന്നലെയൊക്കെ എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്ന എല്ലാം ഞാൻ മാറ്റി. അപ്പൊ ഞാൻ ഇടയ്ക്കെന്ന് വിചാരിച്ചു ബീന സിസ്റ്ററെ വിളിച്ച് പറഞ്ഞാലോ, ഇന്നത്തെ മീറ്റിംഗ് മാറ്റിയാലോ എന്നൊക്കെ. കാരണം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര ചൂട് കൂടുതലായതുകൊണ്ട് ഞാൻ അല്പമായിട്ടുള്ള ഇങ്ങനെ ഫുഡിലൊക്കെ വന്ന പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് ഭയങ്കര മീൻസ് ഇൻഡസ്റ്റൈൻ ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ നീരൊക്കെ വെച്ച് ഭയങ്കര പനി അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. കാരണം ഫുഡിൽ ഞാനൊരു അല്പം ഒരു അശ്രദ്ധ കാണിച്ചത് കൊണ്ട് അങ്ങനെ പറ്റിയതാണ്. പക്ഷെ കഴിഞ്ഞ ദൈവം ഇന്ന് ഇത്രത്തോളം കർത്താവ് സഹായിച്ച ദൈവത്തിന്റെ വലിയ കരുണയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇന്ന് പ്രഭാതം മുതൽ കർത്താവിന്റെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഒരു വേദഭാഗം, അത് ഞാൻ അല്പസമയം പ്രിയപ്പെട്ടവരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതോട് ചേർന്ന് കർത്താവ് എനിക്ക് തരുന്ന ചില ആലോചനകളും കൂടെ അതിനോട് ചേർന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് എനിക്ക് തന്ന വേദഭാഗം എന്ന് പറയുന്നത് സഖര്യാ പ്രവചനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യമാണ്. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബ്ബാബേലിനുള്ള യഹോവയുടെ അരുളപ്പാടാണിത്. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ എത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. ഞാൻ രാവിലെ ഇങ്ങനെ ഇന്നത്തെ മീറ്റിങ്ങിനെ ഓർത്ത് ഇങ്ങനെ കൂടുതൽ ഇരിക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. കാരണം രാവിലെ എനിക്ക് 6:30 ആകുമ്പോൾ എനിക്ക് സ്കൂളിൽ പോകണം. ഞാൻ ഒരു മിഷണറി സ്കൂളിനോടൊക്കെ ചേർന്നുള്ള ബന്ധത്തിലാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. 6:30 ആകുമ്പോൾ വണ്ടി വരും. അപ്പൊ ഈ ശാരീരികമായിട്ടുള്ള അല്പ അസ്വസ്ഥതകൾ കൊണ്ട് അല്പം പ്രയാസത്തിലൊക്കെ എഴുന്നേറ്റതൊക്കെ. എന്നാലും രാവിലെ മുതൽ ഞാൻ ഇങ്ങനെ അടുക്കള ജോലി സമയത്ത് മുതലെല്ലാം എൻ്റെ ഹൃദയത്തോടൊരു വചനഭാഗം ഇങ്ങനെ വളരെ ശക്തമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അതേ എന്റെ ആത്മാവിനാൽ അത്രേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അത്രയും. നമുക്ക് ഈ വേദഭാഗത്ത് നമുക്ക് കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വാസ്തവമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏതൊക്കെ തലത്തിലൂടെയാണോ ഇന്ന് നമ്മളെ നടത്തുന്നത്, അതിന്റെ എല്ലാ പൂർണ്ണതയ്ക്കുമായിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ദൈവം നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ചെയ്യിപ്പിക്കുന്ന ആ കർത്താവിന്റെ സന്നിധിയില് നമ്മെ തന്നെ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, ഈ ഈ രാത്രികാലം അവിടുത്തെ കരത്തിലേക്ക് അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് അടിയനെ കർത്താവെ ശുശ്രൂഷയ്ക്ക് വിളിച്ചതായിട്ടുള്ള ഈ പ്രിയപ്പെട്ടവരെ, ഇന്ന് അടിയന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്കറിയത്തില്ല, ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കുകയാ. ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണം, ഇടപെടണം. അതെ, അതും ഞങ്ങൾ ഇതേ വചനപ്രകാരം തന്നെ പ്രാർത്ഥിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനാൽ അവിടുന്ന് ചിലത് ചെയ്യണം. കഴിഞ്ഞ നാളുകളിൽ പ്രസംഗിച്ച ആ ഒരു പരിചയം വെച്ചുകൊണ്ടല്ല കർത്താവെ, ഹല്ലേലൂയ, ചിലത് സംസാരിക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസം കൊണ്ടും അല്ല കർത്താവ്. ഇന്ന് അവിടുത്തെ ആത്മാവിനാൽ അവിടുന്ന് ചിലത് ചെയ്യണമേ കർത്താവെ. അവിടുത്തെ ആത്മാവ് പരിവർത്തിച്ചില്ല എങ്കിൽ അതേ കർത്താവെ, അക്ഷരം കൊല്ലുന്നു, അതേ ആത്മാവ് ജീവിപ്പിക്കുന്നു. അതേ, കൊല്ലുന്ന അക്ഷരം ഞങ്ങൾക്ക് വേണ്ട, ജീവിപ്പിക്കുന്ന ആത്മാവിനാൽ കർത്താവെ ഇന്ന് ഞങ്ങളുടെ ഉള്ളിൽ ഒരു ജീവന്റെ പുതുക്കം അവിടുന്ന് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പച്ചന്റെ പൊന്നുകരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ, ഇവര് ചെയ്യുന്ന ഈ മിനിസ്ട്രി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഓരോരുത്തരെയും വ്യക്തിപരമായി അവിടുന്ന് അനുഗ്രഹിക്കണം. അവരോടുള്ള ദൈവത്തിന്റെ ആ ഇടപെടല്, അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ പൂർണ്ണതയ്ക്ക് എല്ലാം കർത്താവ് ഇന്ന് ഈ നടക്കുന്ന ശുശ്രൂഷയും ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട്, അവരുടെ ആത്മീയ ജീവിതത്തിലെ കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിട്ട് ഇന്നത്തെ ദിവസത്തെ ഈ വചന ശുശ്രൂഷ തീരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ അവിടുന്ന് മനസ്സലിയണം. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവീക പണിക്ക് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നവരോടുള്ള ഒരു ദൈവത്തിന്റെ ഒരു ആലോചനയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി നിർത്താനായിട്ട് ആരും കാണത്തില്ല.
എല്ലാരും ദൈവം തന്റെ പണിക്ക് വേണ്ടിയാണ് വിളിച്ചിട്ടുള്ളത്. ഇന്ന് ദൈവത്തിന്റെ ഒരു പ്രത്യേക ഒരു കാരണം നമുക്ക് ഓരോരുത്തർക്കും പറയാനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒരു സ്പെഷ്യൽ പേഴ്സണാണ് എൻ്റെ ദൈവത്തിന്റെ. ഞാൻ എൻ്റെ ദൈവത്തിന് ഏറ്റവും പ്രിയമേറിയുള്ള. കാരണം ഞാൻ പറയും, ഞാൻ ചിലപ്പോൾ കർത്താവ് എന്നെ ഇത്ര സ്നേഹിക്കാൻ ഞാൻ ആരാ? അതുപോലെ എന്നെ പോലെ ഈ ലോകത്തിലുള്ള മുഴു ജനങ്ങൾ ഇതുപോലെ ചിന്തിക്കുക. ആർക്കും ഒരു ബോറിങ് ഫീൽ ചെയ്യുന്നില്ല കർത്താവിന്റെ സന്നിധിയിൽ. ഇപ്പൊ നമുക്കിപ്പോ കുറെ സമയം ഇരുന്ന് പലരോടും വർത്താനം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബോറിങ് ഫീൽ ചെയ്യും. പക്ഷെ ദൈവത്തോട് പറഞ്ഞാലും നമുക്ക് ആർക്കും ഒരു ബോറിങ് ഫീൽ ചെയ്യത്തില്ല. അല്ല, നമ്മൾ ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോ ചിലപ്പം ഭർത്താവിനോടാണെങ്കിൽ പോലും ഇല്ലേ, ഒരു സമയം കഴിഞ്ഞ് ഒരു 2-3 വട്ടം പറയും എനിക്കൊരു സാരി മേടിച്ചതാന്ന് പറഞ്ഞു കഴിയുമ്പോൾ പുള്ളി ശ്രദ്ധിക്കാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കും, ഓ ഇനിയിപ്പൊ ഞാൻ എൻ്റെ അല്ലെങ്കിൽ ആങ്ങളയോട് ചോദിക്കാന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇനിയിപ്പൊ ഞാൻ സ്വന്തമായിട്ട് അങ്ങ് വാങ്ങിയേക്കാം. കാരണം ഒരു നമുക്ക് എങ്ങനെ മറ്റേ പിന്നെ പിന്നെ പറഞ്ഞു തന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? പക്ഷെ കർത്താവിനോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ കർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന്? കർത്താവിനെ നമ്മൾ പിന്നെയും ഇതുവരെ നമുക്ക് പോലും എടുത്താൽ പൊങ്ങാത്ത എത്രയോ പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ടാ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ പോകുന്നത്. നമുക്ക് പോലും ചിലപ്പോ അറിയാം, കർത്താവെ ഇത് ഞാൻ ചോദിക്കുന്നത് ഭയങ്കര ബ്ലണ്ടർ ആയിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത് നമുക്ക് പോലും. എന്നാൽ നമ്മുടെ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ എത്ര കർത്താവ് സഹിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ കർത്താവ് അതിന് ഉത്തരം തരുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ വിശ്വാസ ഗോളത്തിൽ പോലും നമ്മൾ കാണത്തില്ലായിരുന്നു. പല പല ഉത്തരങ്ങൾ നമുക്ക് ദൈവം തരാതിരുന്നതും നമ്മുടെ ആത്മീയ നന്മയ്ക്ക് വേണ്ടിയല്ലേ. നമ്മുടെ കർത്താവിനറിയാം നമുക്ക് എന്താ ഏറ്റവും നല്ലതായിട്ട് ഏറ്റവും വേണ്ടതെന്നുള്ളത് കർത്താവിനറിയാം. ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത്, ഞാൻ ഉത്തർപ്രദേശിലെ മധുര എന്ന സ്ഥലത്താണ് ഞാൻ ആയിരിക്കുന്നത്. ഞാൻ 2006 മുതൽ ഞാൻ ഇവിടെ 2006 മീൻസ് ഇപ്പം 20 വർഷമായി. ഇപ്പൊ 26 20 വർഷമായി ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. എനിക്ക് കർത്താവ് തന്ന രണ്ട് ആൺകുട്ടികളാണ്. എൻ്റെ പ്രിയപ്പെട്ടവന് 2009 കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടാനായിട്ട് ഇടയായി തീർന്നു. കേരളത്തില് ഏകദേശം 7 വർഷത്തോളം തൃശ്ശൂര് ചേലക്കര എന്ന സ്ഥലത്ത് ഫുൾ ടൈം മിനിസ്ട്രി അവിടെ ചെയ്തിരുന്നതാണ്. അതിനുശേഷം കേരളത്തിലായിരുന്ന സമയത്ത് ഞങ്ങളോട് അനേകര് നിങ്ങളുടെ ഏത് പ്രവാചകൻ ഞങ്ങളെ കണ്ടാലും പറയും നിങ്ങളുടെ വേല ഇവിടെയല്ല, കർത്താവ് നിങ്ങളെ നോർത്ത് ഇന്ത്യക്ക് വിളിച്ചിരിക്കുകയാണെന്ന്. അതുപോലെ തന്നെ കർത്താവ് ഞങ്ങളെ ഗൈഡ് ചെയ്തു. ഞങ്ങൾ 2004 അലഹബാദ് എന്ന് പറഞ്ഞ അതും സ്കൂൾ മിനിസ്ട്രിയോടൊക്കെ ഉള്ള ബന്ധത്തിലാണ് ഞങ്ങൾ വരാൻ. ആക്ച്വലി ഞാനൊരു സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തതായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ സ്കൂൾ മിനിസ്ട്രിയോടൊക്കെ ഉള്ള ബന്ധത്തിൽ ഞങ്ങൾ വന്നു. 1.5 വർഷം അലഹബാദിന് ശേഷം പിന്നെ ഞങ്ങൾ ഇവിടെ മധുര എന്ന സ്ഥലത്ത്, ആഗ്ര ഡൽഹി റൂട്ടിലുള്ള ഒരു സ്ഥലമാണിത് മധുര. അവിടെ ഞങ്ങള് 2006 കടന്നു വരാനായിട്ട് ഇടയായി തീർന്നു. 2009 ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പ്രിയപ്പെട്ടവനെ കർത്താവ് തന്റെ സന്നിധിയിലേക്ക് വിളിച്ച് വേർതിരിക്കാനായിട്ട് ഇടയായി തീർന്നു. ആക്ച്വലി ഞങ്ങൾ കുടുംബമായിട്ട് വന്നെങ്കിലും ദൈവം എന്നെ വ്യക്തിപരമായിട്ടും ദൈവം എന്നോട് സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് വീട്ടിൽ നിന്നൊക്കെ ഒത്തിരി നിർബന്ധങ്ങൾ വന്നു മടങ്ങി പോകാനായിട്ട്. പക്ഷെ ഞാൻ മടങ്ങിപ്പോയില്ല. കാരണം ദൈവം എന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടെന്നുള്ള ഒരു ഉറപ്പ് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കാനായിട്ട് ഇടയായി തീർന്നു. തുടർന്ന് ഞാൻ സ്കൂൾ മിനിസ്ട്രിയോടൊക്കെ ഉള്ള ബന്ധത്തിൽ തന്നെ ഞാൻ ഒരു 9 വർഷത്തോളം ഞാൻ സ്വന്തമായിട്ടൊരു സ്കൂൾ ഒരു വില്ലേജിൽ ഞാൻ നടത്താനിടയായി തീർന്നു. അതിന് മുൻപ് തന്നെ ഞാൻ ഡൽഹിയിൽ നിന്ന് ഞാൻ TTC ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പൊ ആദ്യം ഞങ്ങൾ വർക്ക് ചെയ്ത ഞങ്ങളുടെ ദൈവദാസന്റെ ഒരു സ്കൂളുണ്ട്. അവിടെ ആയിരുന്നു ഫാമിലി ആയിട്ട് അവിടെ ആയിരുന്നു. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് സ്കൂൾ നടത്തി. കൊറോണയോടുള്ള ബന്ധത്തില് എനിക്ക് എൻ്റെ ഗ്രാമം ഒരു 10 കിലോമീറ്റർ ദൂരെയുള്ള വില്ലേജ് ആയിരുന്നു. അവിടേക്ക് പോകാൻ പറ്റാതെ വന്നപ്പോ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ ഞങ്ങളുടെ പാസ്റ്റർക്ക് തന്നെ ഞാൻ കൊടുത്തിട്ട് ഞാൻ അവിടെ വീണ്ടും ഞാൻ വർക്ക് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പൊ ഞാൻ ആ പാസ്റ്ററിന്റെ തന്നെ ഞാനൊരു 1 to 5 നഴ്സറി ടു 5 ഉള്ള ഒരു വിങ്ങിന്റെ ഇൻചാർജായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യാണ്. ഞാൻ സ്കൂളിൽ മധുര ജില്ലയില്. കർത്താവ് രാവിലെ ഞങ്ങൾക്ക് സ്കൂളുണ്ട്. അതിനുശേഷം എനിക്ക് സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ട്. അതിനുശേഷമാണ് ഈ വൈകുന്നേര സമയങ്ങൾ കർത്താവ് സാഹചര്യം ഒരുക്കുന്നത് പോലെ ഞാൻ മീറ്റിങ്ങുകൾക്ക് പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് 2 ആൺകുട്ടികളുണ്ട്. 2 പേർക്കും അവർക്ക് 27 years കഴിഞ്ഞു, 28 തുടങ്ങി. കർത്താവ്
ഇവിടെ അവരുടെ പപ്പ മരിക്കുന്ന സമയത്ത് 11 വയസ്സായിരുന്നു രണ്ടുപേർക്കും. കാരണം ഓരോ കുഞ്ഞുങ്ങളുടെ ഓരോ ഓരോ ജന്മദിനം ഞാൻ ആഘോഷിക്കുമ്പോഴും ഞാൻ കർത്താവിനെ ഞാൻ ഒത്തിരി സ്തുതിക്കും. കാരണം കാരണം എനിക്ക് വചന ശുശ്രൂഷ ചെയ്യാൻ ഞാൻ ഒത്തിരി എന്റെ ഹൃദയത്തിൽ എനിക്കിന്ന് വ്യഗ്രതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഡീപ്പായിട്ടൊന്നും അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒത്തിരി പോരാട്ടങ്ങളെയും ഒത്തിരി വെല്ലുവിളികളെയും ഒക്കെ തരണം ചെയ്താ ഞാൻ ഇവിടെ നിന്നത്. കാരണം അറിയപ്പെടാത്ത ഒരു ദേശത്തെ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കാനായിട്ടൊക്കെ ഒത്തിരി പറഞ്ഞല്ലോ, ഈ സ്പെഷ്യൽ ട്യൂഷനൊക്കെ നടത്തി ഒരു മിഷണറി സ്കൂൾ ആയതുകൊണ്ട് അതിന് വേണ്ടതായിട്ടുള്ള സാമ്പത്തിക സപ്പോർട്ടൊന്നും എനിക്ക് അങ്ങനെ കിട്ടത്തില്ലായിരുന്നു. സ്വന്തം സ്കൂൾ നടത്തിയ സമയത്ത് പോലും പലപ്പോഴും എനിക്കൊരു ബിസിനസ് മെന്റാലിറ്റി ഉള്ളത് കൊണ്ട് നല്ല രീതിയിലൊരു ഒരു കണ്ണിങ് ആയിട്ട് സ്കൂൾ നടത്താൻ പറ്റിയില്ല. പക്ഷെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ഞാൻ ചെയ്യുമായിരുന്നു. എല്ലാ പേരൻസും പറയും നല്ല സ്കൂൾ നന്നായിട്ട് പഠിപ്പിക്കും, പക്ഷെ കയ്യിലൊന്നും കാണാത്ത അവസ്ഥകളൊക്കെ ആയിരുന്നു. പക്ഷെ അതിനു വേണ്ടി തന്നെ ഞാൻ സ്പെഷ്യൽ ട്യൂഷൻസ് ഞാൻ പഠിപ്പിക്കുമായിരുന്നു എന്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും. അവരെ പഠിപ്പിക്കാനായിട്ട്, അവരുടെ ആവശ്യങ്ങൾ നേരിടാനായിട്ട് ഒത്തിരി. എന്നാൽ അവിടെ എല്ലാ സ്ഥലത്തും ദൈവം എന്നോട് കൂടെ ഇരുന്നത് കൊണ്ട് കർത്താവ് എന്നെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ചില സമയത്ത് ചിന്തിച്ചിട്ടുണ്ട് ഇവിടുന്ന് പോകണമെന്നൊക്കെ. പക്ഷെ കർത്താവ് ഇതുവരെയും വിടാതെ കർത്താവിന്റെ ആ ഒരു ആലോചനയ്ക്ക് വേണ്ടി വന്നതുകൊണ്ട് കർത്താവ് ഇവിടെ തന്നെ നിർത്താനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ ഈ മധുര ജില്ലയുടെ ഒരു വിടുതലിന് വേണ്ടി അതിന്റെ ഒരു പാർട്ടാക്കി ദൈവം എന്നെ തീർക്കാനായിട്ട് ദൈവത്തിന് പദ്ധതിയെങ്കിൽ അതിന്റെ ഒരു ഭാഗമായി തീരാനായിട്ട് എന്നെ തന്നെ ഞാൻ ദൈവീയ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. നമ്മൾ വായിച്ച വേദഭാഗം സഖരിയ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബ്ബാബേലിനുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള അന്ന് അരുളി ചെയ്യുന്നു. ഞാൻ ഒന്നും കൂടെ ഞാൻ പറയട്ടെ. ഞാൻ രണ്ട് കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അതില്. പക്ഷെ ഒരാളിപ്പം ഖത്തറില് അവനൊരു ഇന്ത്യൻ സ്കൂളിൽ അവൻ വർക്ക് ചെയ്യാണ്. ഒരു ഓഫീസിലെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണ്. മൂത്ത ആള് എന്നോട് കൂടെയുണ്ട്. രണ്ടാമത്തെ ആളാണ് പോയിരിക്കുന്നത്. മൂത്ത ആള് അവൻ MBA കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ അവൻ ഗവൺമെന്റിൽ BEd ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ അടുത്തൊരു സ്കൂളിൽ അവന് വർക്ക് ചെയ്യുന്നുണ്ട്. കർത്താവ് ഈ ദേശത്ത് കർത്താവിന്റെ ആ ഹിതം എന്താണോ അതിനായിട്ട് ഞാൻ എന്നും ഒരൊറ്റ കാര്യമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. കർത്താവേ, നിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളെ 3 പേരെയും ഞാൻ സമർപ്പിക്കുന്നെന്ന്. എങ്ങനെയോ എവിടെയൊക്കെയോ എനിക്കറിയത്തില്ല, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കണം. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. നമുക്ക് അധിക സമയങ്ങളില്ല കർത്താവിന്റെ വരവിനായിട്ട് നമുക്ക് ഒരുക്കപ്പെടാനായിട്ട്. നമുക്ക് എല്ലാവർക്കും നമ്മളിങ്ങനെ പ്രസംഗിക്കുന്നതും ഈ പ്രസംഗം കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇതെല്ലാം ആ വരവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കവാ. കാരണം ഏത് സമയത്തും കർത്താവിന്റെ വരവ് നമുക്ക് അതുവരെ നന്നായിട്ടൊന്ന് ഓടാനായിട്ട്. നമ്മളൊക്കെ ഈ പെട്ടി കയറി കിടക്കുമ്പോഴത്തേക്ക് എല്ലാരും പറയും നല്ല നല്ല ഓട്ടം ഓടി എന്നൊക്കെ നമ്മളെ കുറിച്ച് പലരും പാട്ടമൊക്കെ പാടും. പക്ഷെ നല്ല ഒരു ഓട്ടം ഒന്ന് ഓടാൻ വേണ്ടി തന്നെ ഞാനൊരു ദിവസം ഞാനൊരു ദർശനം ഞാൻ കാണാനായിട്ട് ഇടയായി തുറന്നു. ഞാനൊരു പെട്ടിക്കകത്ത് കയറി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ എല്ലാരും ഇങ്ങനെ പറയുകയാണ്, ആ പുള്ളിക്കാരി ഒരു 1.5 ഓട്ടം ഓടിയിട്ടാണ് ഈ കയറി കിടക്കുന്നതെന്ന്. വാസ്തവമായി ഞാൻ ആഗ്രഹിക്കുക അങ്ങനെ തന്നെ ഒന്ന് ഓടാനായിട്ട് എന്റെ കർത്താവ് എന്നെ സഹായിക്കാനായിട്ട്. പക്ഷെ ഇപ്പൊ കർത്താവ് അന്ന് കണ്ട സ്വപ്നം പോലുള്ള ഓട്ടമൊന്നും ഓടാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, ഇതുവരെ പറ്റിയിട്ടില്ല. ഞാൻ അതിനു വേണ്ടിയും ദൈവം ദർശനം പൂർത്തീകരിക്കുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഒരു ദൈവം തരുന്ന ആ റെസ്റ്റ് അത് വാസ്തവമായും റെസ്റ്റായിട്ട് തന്നെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന സമയങ്ങൾ നമുക്കൊന്ന് ഓടാനായിട്ട് നമുക്ക് ദൈവീയ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അത് ഒരു ദൈവീക പണിക്ക് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നവരോടുള്ള ഒരു ദൈവത്തിന്റെ ഒരു അരുളപ്പാടായത്. സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാൽ അത്രയെന്ന്. നമുക്കറിയാം, നമ്മൾക്ക് ഒരു പണിക്ക് വേണ്ടി അല്ല ഒരു യുദ്ധം, ഒരു രാജ്യത്തിന് ഒരു യുദ്ധം നേരിട്ട് കഴിഞ്ഞാൽ ഉടനെ അവരന്വേഷിക്കുക, തങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യും. വരുന്നവരോട് യുദ്ധം ചെയ്യാനുള്ള കഴിവ് നമ്മൾക്കുണ്ടോ എന്ന് അവരുടെ സൈന്യത്തെയൊക്കെ ഒന്ന് എണ്ണി നോക്കും.
അതല്ലേ സാധാരണ ചെയ്യാറ് പതിവ്. നമുക്കതിനുള്ള കഴിവുണ്ടോ എന്ന്? അല്ലെങ്കിൽ നമുക്ക് അയൽ രാജാക്കന്മാരെയോ ആരെങ്കിലും ഒക്കെ വിളിച്ചു കൂട്ടി നമ്മുടെ ആ ശക്തി ഒന്ന് വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യും. യുദ്ധമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കിപ്പൊ അറിയാം, ഇപ്പൊ കഴിഞ്ഞ നാളുകളിലൊക്കെ യുദ്ധം അവിടുന്നും ഇവിടുന്നും ഒക്കെ ആണവായുധങ്ങളും ഒക്കെ മേടിച്ച് തങ്ങളുടെ ശക്തിയെ കൂട്ടി ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാനായിട്ട് ഇടയായി തീർന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇവിടെ എങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ ഒരു യുദ്ധം, ദൈവത്തിന്റെ ഒരു പണിക്ക് വേണ്ടി എവിടെയൊക്കെയോ ജീവിതത്തില് പല പല മണ്ഡലങ്ങളില് ക്ലേശത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. അതിനെ അങ്ങോട്ട് ഓവർകം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്രകാരമുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം അതിനെ ഓവർകം ചെയ്യാനായിട്ട് നാം നമ്മുടെ ഈ ശക്തിയും നമ്മുടെ ഈ ധനവും ഒന്നും ഉപയോഗിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല പ്രിയപ്പെട്ടവരെ. സൈന്യത്താലല്ല, അത് ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് സാധിക്കുമെങ്കിൽ, എന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യണമെങ്കിൽ അത് കർത്താവ് നമ്മൾ വിചാരിക്കുക നാളെ ഞാൻ ചെന്നിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തേക്കാവെന്ന് ചിന്തിച്ച് നമ്മളിങ്ങനെ പലതും പ്ലാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ എവിടെങ്കിലും ഒന്ന് തട്ടിമറിഞ്ഞൊന്ന് വീണ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കായി. പിന്നെ നമ്മളാ ചിന്തിക്കുന്ന കാര്യം നടക്കത്തുപോലുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ കൃപയിൽ ആശ്രയിക്കാനായിട്ട്, ഒന്നും നമ്മിൽ ചാരാതെ എല്ലാം ദൈവത്തിന്റെ കൃപയിൽ തന്നെ ഹല്ലേലൂയ അത് ചെയ്യാനായിട്ട് നമുക്ക് ദൈവീയ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്കറിയാം, സെരുബ്ബാബേൽ എന്ന് പറയുന്ന ഈ വ്യക്തി ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. പിന്നെ അത് യെരൂശലേമിന്റെ ആലയത്തിന്റെ ആ പുനർനിർമ്മാണത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് അത് കൂടെ ഇരുന്ന് അത് ഇസ്രായേൽ മക്കളെ അത് അവരുടെ മാതൃരാജ്യത്തിലേക്ക് നടത്താനൊക്കെ ആയിട്ട് ദൈവം ഈ വ്യക്തിയെ ഉപയോഗിക്കാനായിട്ട് ഇടയായി തീർന്നു. അത് ദൈവാലയം നിർമ്മിക്കാനായിട്ട് അദ്ദേഹം ദൈവജനത്തെ അത് വളരെ പ്രോത്സാഹിപ്പിച്ചു. ഹല്ലേലൂയ. അത് വളരെ ജോലി, ഒത്തിരി കഷ്ടപ്പാടുകൾ, ഒത്തിരി ചാലഞ്ചസ് ഉണ്ടായിരുന്നിട്ടും അവിടെ ദൈവം അവനോട് കൂടെ ഇരുന്ന് അവനെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇന്നും ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങളെ, ഒത്തിരി വെല്ലുവിളികളെ, സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന വ്യക്തികളോട് ഇന്ന് ദൈവാത്മാവിൽ എനിക്ക് പറയാനുള്ളത് സൈന്യത്താൽ അല്ല, ശക്തിയാൽ അല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. ഞാൻ ഇന്ന് പലപ്പോഴും ഞങ്ങളുടെ ഇവിടെ സ്കൂളില് ഈ പ്രിൻസിപ്പളിന്റെ കസേര ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുവേ, ആയ സമയത്ത് എനിക്ക് പഠിപ്പിക്കാൻ പോകാനായിട്ട് എനിക്ക് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 വാക്ക് എനിക്ക് നന്നായിട്ട് പറയാനായിട്ട് പറ്റത്തില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടില് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ വിക്കുമായിരുന്നു. വിക്കെന്ന് വെച്ചാൽ എനിക്ക് ഈവൻ നഴ്സിംഗിന് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ നഴ്സിംഗിന് ഞാൻ പ്രൊസീജിയേഴ്സ് ഒക്കെ പറഞ്ഞു കേൾപ്പിക്കുന്ന സമയത്ത് ഞാൻ പ്രൊസീജിയർ പറഞ്ഞു കേൾപ്പിക്കുന്ന ഞങ്ങളുടെ ടീച്ചർ എപ്പോഴും എനിക്ക് റിപ്പീറ്റ് അടിച്ചു വിടും. കാരണം ഞാൻ ഒരു വാക്ക് പറയുമ്പോഴത്തേക്ക് എനിക്കത് ഇങ്ങനെ വിൽക്കുന്നതുകൊണ്ട് പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ TTC എന്നോ ഇതങ്ങനെ ടീച്ചിങ് പ്രൊഫഷൻ എന്നോ ഒരു പ്രസംഗമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അത് മാത്രമല്ല, വിശ്വാസഗോളത്തിൽ വന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയൊരു കീറാമുട്ടി എന്ന് പറയുന്നത് ഈ സാക്ഷ്യം പറയുക എന്നുള്ളതായിരുന്നു. സാക്ഷ്യം പറയുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കും, കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് പിന്നെ വേറെ ആരെയും കാണുന്നില്ല. ഈ സാക്ഷ്യം എഴുന്നേറ്റ് കഴിഞ്ഞാലും എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ആകെ എനിക്ക് വിക്കിയിട്ട് എനിക്ക് ഒരു വാക്ക് പോലും എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ എനിക്കറിയത്തില്ല, എൻ്റെ ജീവിതത്തിന്റെ ഏതൊക്കെയോ മണ്ഡലത്തിൽ വെച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തതിന് ശേഷം കർത്താവ് എൻ്റെ ആ ഒരു ഡ്രോബാക്ക് ദൈവം എവിടെയോ വെച്ച് എന്നെ തൊട്ടെന്നെ സൗഖ്യമാക്കാനായിട്ട് ഇടയായി തോന്നും. ഇന്ന് കർത്താവ് എന്നെ പ്രസംഗിക്കാനായിട്ട് എനിക്ക് ഈവൻ 2 ഇരട്ട കുഞ്ഞുങ്ങളെന്ന് കേട്ടപ്പോ ഞാൻ കരഞ്ഞു. കാരണം എങ്ങനെ ഇരട്ടപ്പിള്ളാരെ എങ്ങനെ ഒരുമിച്ച് എങ്ങനെ നോക്കും? കാരണം വേലസ്ഥലത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂര് ആണ് ഈ 2 കുഞ്ഞുങ്ങൾ 4 മാസമായ സമയത്ത് 2 പേരുമായിട്ട് ഞങ്ങൾ 2 പേരും കൂടെ വരുന്നത്. മീൻസ് അങ്ങനെ ഒരു ഒറ്റയ്ക്കൊന്നും താമസിച്ചൊന്നും ഒരു അങ്ങനെ വലിയ പരിചയമൊന്നും ഇല്ല. കാരണം അങ്ങനെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്കുന്നാണ് അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനം പിന്നെ വിവാഹം നടന്ന് അങ്ങനെയൊക്കെ വരുന്നത്. അതിന്റെ ഒക്കെ ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ജസ്റ്റ് എഡ്യൂക്കേഷൻ കഴിഞ്ഞുടനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് കൊണ്ടൊക്കെ ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ എനിക്ക് നേരിടേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്.
എങ്കിൽ അവിടെയൊക്കെയും കർത്താവ് കൂടെ ഇരുന്ന്, കർത്താവ് സഹായിച്ചു, കർത്താവ് ഗൈഡ് ചെയ്തു നടത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിൽ ഞാൻ പറഞ്ഞത്. കാരണം ഒത്തിരി എനിക്കൊന്ന് പ്രസംഗിക്കാൻ ഒന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ദൈവം ഗൈഡ് ചെയ്ത് ഒരു വ്യക്തിയെ, അതെ, ആ മൺപാത്രങ്ങളിലാണ് കർത്താവിന്റെ ശക്തി പകർന്നതെന്നുള്ളത് എൻ്റെ ജീവിതത്തിലും എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് ഇടയായി തീർന്നു. അതെ, കാരണം ഒരിക്കലും ഞാൻ ചിന്തിച്ചതല്ല, ഞാൻ ഒരിക്കലും ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമെന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഈവൻ ഇന്ന് സ്കൂളുകളിൽ പോലും അസംബ്ലിയിൽ ഒക്കെ ഒക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളോടൊക്കെ കാരണം അവരോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഓർക്കും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത. കാരണം നമുക്കൊരിക്കലും ഒരു കാരണം നമ്മുടെ കഴിവിനാലല്ല ദൈവം നമ്മെ ചില സ്ഥലങ്ങൾ നിർത്തുകയാ, യോഗ്യതയില്ല. സെക്കൻഡ് തിങ്, ഞങ്ങളുടെ സ്കൂളിൽ പുതിയ സ്കൂളിന്റെ വിങ് ഉണ്ടാക്കിയ സമയത്ത് എല്ലാരും ചിന്തിച്ചു, അവിടെ എംഎഡുകാരുണ്ട്, എംഫില്ലുകാരുണ്ട്, അവിടെ ഡബിൾ MA എല്ലാരും ഉണ്ട്. അതിന്റെ മധ്യത്തിൽ എല്ലാരും ചിന്തിച്ചു ഇത് ആരെയായിരിക്കും അടുത്ത ഇതിന്റെ ഇൻചാർജ് ആക്കി വെക്കുക എന്നുള്ളത് സെലക്ട് ചെയ്ത സമയത്ത്, ആ സമയത്ത് മോന്, കാരണം എൻ്റെ കൂടെയുള്ള മോന്, അവന് ഈ പുതിയ സ്കൂളിൽ അവനെ ഓഫീസിൽ ജോലിക്ക് വേണ്ടി അവനെ വിളിച്ച്. ആ സമയത്ത് ഞങ്ങളുടെ കോർഡിനേറ്റർ അവനോട് ഇങ്ങനെ വളരെ സങ്കടത്തോടെ ചോദിച്ചു, ജേക്കബ്, എനിക്കൊരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ വേണം, ഞാൻ ആരെ വെക്കും? കാരണം എല്ലാവരും സ്വന്തം കാര്യങ്ങൾ, UP-കാർക്ക് പിന്നെ പ്രത്യേകിച്ചും അവർക്ക് പഠിക്കാതെ സർട്ടിഫിക്കറ്റ് കിട്ടണം, അവർക്ക് ജോലി ചെയ്യാതെ ശമ്പളം കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതൊക്കെ കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നവരായതുകൊണ്ട് പലപ്പോഴും ഇവർക്ക് അവധി വഴിയെ ഒന്ന് പോയി കഴിഞ്ഞാൽ 2 അവധി അവർ 3 അവധിയാക്കി എടുക്കും. അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിക്കാർ. അതുകൊണ്ട് സ്കൂൾ വല്ലാത്ത ശോഷിച്ച നിലയിലേക്ക് പോവുകയാണ്. എന്ത് ചെയ്യണം? ആ സമയത്ത് മോൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് സാറേ, ഞാൻ മമ്മിയെ മാത്രമേ കാണുന്നുള്ളൂ, കാരണം മമ്മിക്ക് ഇത് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും, വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ തുടർന്ന് അവര് അപ്പം ഉടനെ തന്നെ കോർഡിനേറ്റർ പറഞ്ഞു ഇറ്റ് ഇസ് ദ ബെസ്റ്റ് സെലക്ഷൻ എന്നും പറഞ്ഞ്. അപ്പൊ ഓർക്കണം, ടോട്ടൽ സ്കൂൾ എനിക്ക് എഗെയിൻസ്റ്റ് ആയി. കാരണം എല്ലാവർക്കും അറിയാം ഞാൻ B.Ed അല്ല എന്നുള്ളത്. പക്ഷെ എൻ്റെ ദൈവം, ഇന്നും ഞാൻ ആ കസേര ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇന്നും ഓർക്കും, എൻ്റെ കർത്താവെ, എനിക്ക് ഇതിനുള്ള യോഗ്യതയില്ല, പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് എന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന്. അതും ഒരു പീരീഡ് ഓഫ് ടൈം. ദൈവം എന്നെ എത്ര നാളാ വെച്ചിരിക്കുന്നത്. അല്ലേ? അതെ, ഞങ്ങളുടെ കോർഡിനേറ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ രജിസ്ട്രേഷന്റെ സമയത്ത് കോർഡിനേറ്റർ എന്നോട് പറഞ്ഞ്, മാഡം വിഷമിക്കണ്ട, ഞാൻ B.Ed ആണ്. കാരണം പുള്ളി ഡൽഹിയിലാണ് ഉള്ളത്, ഞാൻ B.Ed ആണ്, ഞാൻ മാമിന് ഓതറൈസ് ചെയ്തു തരാം, മാമിന് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, സ്കൂൾ നടത്തിക്കോ എന്ന് പുള്ളി എന്നോട് ഇങ്ങനെ പറയാനായിട്ടിടയിൽ തീർന്നു. കാരണം ഓരോ ചോദ്യചിഹ്നമായിട്ട് എൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന സമയത്തെല്ലാം ദൈവം അതാത് സമയത്ത് ദൈവം എന്നെ ബലപ്പെടുത്തി, കർത്താവ് എന്നെ നിർത്തുന്ന ആ കർത്താവിന്റെ സ്നേഹത്തോട്. കാരണം നമ്മുടെ ഒന്നുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ചിലത് നമ്മെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ നമ്മുടെ ഡിഗ്രിയോ നമ്മുടെ ഒരു കഴിവോ നമ്മുടെ ഒരു സൗന്ദര്യമോ ഒന്നും അവിടെ പ്രശ്നമല്ല. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ടീച്ചർ ഇങ്ങനെ വന്ന് പറഞ്ഞു, അല്ലെ, ഐ ആം എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ എന്നോട്, കാരണം അവൾ എനിക്കിട്ട് കുത്തിയതെന്ന് എനിക്കറിയാം. കാരണം ഞാൻ B.Ed അല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, രജനി, പഴയ സ്കൂളില് എത്ര B.Edകാരുണ്ടായിരുന്നു, എത്ര M.Edകാരുണ്ടായിരുന്നു, എത്ര ഹൈലി ക്വാളിഫൈഡ് ഉണ്ടായിരുന്നു. എന്നിട്ട് ആ സ്കൂള് പാസ്റ്റർക്ക് വിൽക്കേണ്ടതായിട്ട് വന്നില്ലേ, ചെയർമാൻ സാറിന് വിൽക്കേണ്ടതായിട്ട് വന്നില്ലേ? എന്തുകൊണ്ടാ? ഹാർഡ് വർക്ക് എവിടെ ചെയ്തോ അവിടെ മാത്രമേ സ്കൂൾ നടക്കത്തുള്ളൂ. ആരുടെയും എഡ്യൂക്കേഷനോ ആരുടെ സൗന്ദര്യം കൊണ്ടോ ഒന്നും സ്കൂൾ നടത്താൻ പറ്റത്തില്ല. അതിന് ഹാർഡ് വർക്കാ വേണ്ടത്. അത് ചെയ്യാത്തിടത്തോളം ഒരിക്കലും സ്കൂൾ നടക്കത്തില്ല എന്ന് ഈ പറഞ്ഞ ആ കുട്ടിയും സ്കൂളിൽ നിന്ന് പോകാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് 10th വരെ ഉണ്ടായിരുന്നു. പാസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ, എനിക്ക് ഹയർ ക്ലാസ്സസ് നടത്താൻ താല്പര്യമില്ല, ജസ്റ്റ് നഴ്സറി to 5 ഒരു ബേസ്മെന്റ് നമുക്ക് കൊടുക്കാം, നമുക്ക് നന്നായിട്ട് പിള്ളേരെ പഠിപ്പിക്കാം. ആ 5 വരെയുള്ള പിള്ളേരെ നവോദയയും സൈനിക് സ്കൂളിന്റെ ഒക്കെ കോച്ചിങ് കൊടുത്ത് നമുക്ക് അവരെ വെളിയിലേക്ക് ഇറക്കാം. അങ്ങനെ നമുക്കിത് മിഷണറി വർക്കാണ്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്കിതിനൊരു മിഷണറി വർക്കിന് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് ഈ സ്കൂള് നടത്താം. അത് സിസ്റ്റർക്ക് അത് ഇപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞ് അതെന്നെ ഏൽപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഞാൻ ചിന്തിച്ചതല്ല ഇപ്രകാരമുള്ള, കാരണം എൻ്റെ കഴിവ് വെച്ച്, എൻ്റെ എബിലിറ്റീസ് വെച്ച് നോക്കി ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഒരു നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് പോയ സമയത്ത് അവിടുത്തെ ഡോക്ടറിനോട് പേരെന്താന്ന് ചോദിച്ചപ്പോൾ എനിക്കതിന്റെ ഉത്തരം പറയാൻ പോലും എനിക്ക് വിക്കിയിട്ട് എനിക്ക് പറ്റത്തില്ലായിരുന്നു. അപ്രകാരം ഒരു സാഹചര്യത്തെ ഫേസ് ചെയ്ത എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തെ ഇത്രത്തോളം മാറ്റാനായിട്ട് ഇടയാക്കി തീർത്ത എൻ്റെ കർത്താവിനെ ഞാൻ ഒത്തിരി സ്തുതിക്കും. കാരണം എൻ്റെ കർത്താവ്
കർത്താവ് എന്റെ വായ തുറന്നെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി തന്നെ സംസാരിക്കാനായിട്ട്, കർത്താവിന് വേണ്ടി ശബ്ദം ഉയർത്താനായിട്ട് ഞാൻ ദൈവീയ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാ. അതേ പ്രിയപ്പെട്ടവരെ, അതേ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു സൈന്യം നമ്മുടെ നേരെ യുദ്ധത്തിന് വരുന്നെന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ യുദ്ധം, നമ്മുടെ എത്ര എത്ര കാലാളുകളുണ്ടെന്നും എത്ര രഥങ്ങളുണ്ടെന്നും എത്ര ആന അതിന്റെ രഥങ്ങളുള്ള എത്ര, അങ്ങനൊക്കെ നമ്മൾ പല പല അതിനെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് യുദ്ധം ജീവിതത്തിൽ നേരിട്ട് നിൽക്കുന്ന വ്യക്തികളോട് ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ഇടപെടുകയാ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ബീന അജയ് സിസ്റ്ററോട് ദൈവാത്മാവ് പറയുകയാ, ഒരു ശൂന്യംകാരത്തിയോട് ഭർത്താവ് ചോദിച്ചു, ഇന്ന് അമാവാസിയല്ല, ഇന്ന് ശബ്ബത്തുമല്ല, പിന്നെ നീ എന്തിനാ പ്രവാചക ശിഷ്യന്റെ ദൈവപുരുഷന്റെ അടുത്തേക്ക് പോകുന്നത്? ഹല്ലേലൂയ. എങ്കിൽ അവള് ഹല്ലേലൂയ, അതേ തന്റെ പ്രാർത്ഥനാ വിഷയത്തെ ഹല്ലേലൂയ പ്രവാചകന്റെ കട്ടിലിൽ കിടത്തി. ഹല്ലേലൂയ, അതേ ആ വാതിൽ അവൾ അടച്ചു പൂട്ടി. അവൾ കഴുതയ്ക്ക് കോപ്പിട്ട് ഹല്ലേലൂയ അവള് പ്രവാചക ശിഷ്യന്റെ അടുത്തേക്ക്, ദൈവപുരുഷന്റെ അടുത്തേക്ക് പോകാനിടയായി തീർന്നു. ഗേഹസിയെ പറഞ്ഞു വിടാനായിട്ട് ഹല്ലേലൂയ അതേ പ്രവാചകൻ കൽപ്പിച്ചപ്പോഴും പ്രവാചകനെ കൊണ്ട് തന്നെ അവൾ കടന്നു വരാനിടയായി തീർന്നു. ഈ ജീവിതത്തിൽ ചില വിഷയങ്ങളിൽ ഹല്ലേലൂയ ചിലത് നോക്കി, സാഹചര്യങ്ങൾ നോക്കിയല്ല, ഹല്ലേലൂയ ചില വളരെ നിർണയമായിട്ടുള്ള ചില തീരുമാനങ്ങളോടെ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുമടക്കട്ടെ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുക. ചില ഹൃദയം തകർക്കുന്ന പോലുള്ള ചില പ്രാർത്ഥനാ വിഷയങ്ങൾ പോലും ഹല്ലേലൂയ അത് ഹല്ലേലൂയ അതേ പ്രാർത്ഥനയിൽ അതേ മുമ്പിൽ അതേ പ്രാർത്ഥന ആ ദൈവപുരുഷന്റെ കട്ടിലിൽ കിടത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, അതേ യേശു കർത്താവിന്റെ നിഴലിൽ ആയിരിക്കട്ടെ ആ വിഷയങ്ങൾ. ഹല്ലേലൂയ, ഈ ദിവസം ഒരു വ്യക്തിയോട് പോലും പറയാതെ ഹല്ലേലൂയ ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ഹല്ലേലൂയ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ചിന്തിക്കുന്ന ചില വിഷയങ്ങളിൽ പോലും ദൈവത്തിന്റെ കരം അതേ ഹല്ലേലൂയ അതേ മേഘം, അതേ ഒരു കരം പോലെ മേഘം ഉയരുന്ന ഹല്ലേലൂയ ഒരു വെളിപ്പാട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുക. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു തരട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവാത്മാവ് ഹല്ലേലൂയ. പ്രിയ ബെനഡിക്ട് മാത്യു ബ്രദറിനോട് ദൈവാത്മ പറയുകയാ, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലതൊക്കെ പോയി എന്ന് നമ്മൾ ചിന്തിക്കും, ചിലതൊക്കെ എന്നെ വിട്ടു പോയി എന്ന് ചിന്തിക്കും. എങ്കിൽ ദൈവാത്മാവ് പറയുകയായി രാത്രികാലം, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കുന്നു. ശത്രു ഹല്ലേലൂയ ഇല്ലാതാക്കുവാൻ, നഷ്ടമാക്കുവാൻ, നിരാശപ്പെടുത്തുവാൻ ഹല്ലേലൂയ പോർവിളികൾ മുഴക്കുന്നതിന്റെ മധ്യത്തിൽ ദൈവാത്മാവ് ആവർത്തിച്ച് പറയുകയാ, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും. എപ്രകാരം ഹല്ലേലൂയ തേനീച്ച പോലെ ഹല്ലേലൂയ ചുറ്റി വളയുന്ന അനുഭവങ്ങള് അത് മുൾത്തി പോലെ കെട്ടുപോകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം ആലോചന അറിയിക്കുക. ആമേൻ. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മള് ഹല്ലേലൂയ കണ്ടല്ലോ, അതേ ഹല്ലേലൂയ അതേ ദൈവത്തിന്റെ ആത്മാവിനാൽ കർത്താവ് പറയുക, എന്റെ ആത്മാവിനാൽ ഞാനത് ചെയ്യുമെന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയുക. ദൈവത്തിന്റെ അരുളപ്പാട് അതേ ഹല്ലേലൂയ അറിയിക്കുകയാണ് സഖര്യാവ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാലെന്ന്. താൻ ചെയ്യുന്ന ആ പ്രവൃത്തി ചെയ്യുവാനായിട്ട്, അവൻ ചെയ്യുന്ന ആ പ്രവൃത്തി ഹല്ലേലൂയ സെരുബ്ബാബേൽ ചെയ്യുന്ന ആ പ്രവൃത്തി ചെയ്യുവാൻ ഞാൻ അവനെ സഹായിക്കുമെന്ന് ദൈവം അവനോട് പറയുകയാ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്ന ഓരോ വ്യക്തികളോടും ഇന്ന് ദൈവാത്മാവിൽ എനിക്ക് പറയാനുള്ളത്,
നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ എന്റെ കർത്താവ് അനുഗ്രഹിക്കും. അല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം നിറയ്ക്കും, ദൈവം അതിനെ സമ്പന്നമാക്കും. ഹല്ലേലൂയ. അനേക ആയിരങ്ങളുടെ വിടുതൽ കാണുവാൻ, അനേക ആത്മാക്കളെ കാണുവാൻ ഹല്ലേലൂയ ദൈവം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. അതെ, നമ്മള് അല്ലെ വലിയ അതെ ഹല്ലേലൂയ തമ്മിൽ അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് ദൈവീയ കരങ്ങളിലേക്ക് ഏൽപ്പി. നമുക്കറിയാം ബോവസ് വന്ന സമയത്ത് ഹല്ലേലൂയ ബോവസിനെ ഹല്ലേലൂയ വയലിലുള്ളവര് ബാല്യക്കാർ അനുഗ്രഹിക്കുക, ബോവസ് അവരെ അനുഗ്രഹിക്കുക. അതെ, നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരായിരിക്കൊണ്ട് ഈ ദിവസങ്ങൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ആരെയും ശപിക്കാനല്ല, നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കാനാ ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അനുഗ്രഹം വഹിക്കുകയും നമുക്ക് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ട് നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. അത് തന്റെ ഭവനം പൂർത്തീകരിക്കാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയായിരുന്നു ഈ സെരുബ്ബാബേൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെരുബ്ബാബേലിന്റെ കയ്യിൽ ഒരു പണിയുടെ തൂക്കുകട്ടയുണ്ട്. ഒരു പണിയുന്ന നമുക്കറിയാം, ഇവിടുത്തെ മേസ്ത്രിമാരൊക്കെ പണിയുന്ന സമയത്ത് മതില് പണിയുമ്പോ അവരുടെ കയ്യിൽ കാണും തൂക്കുകട്ട. ഹല്ലേലൂയ. പ്രിയ ദൈവവേദലേ, നാം ഓരോരുത്തരും നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യ്. നമ്മുടെ കരത്തിൽ ആ തൂക്കുകട്ടയുണ്ടോ എന്ന്. നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആലയം പണിയാനാ. ദൈവത്തിന്റെ ആലയം പണിയാനെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു തൂക്കുകട്ട ഈ ദിവസങ്ങൾ ആവശ്യമാ. നമ്മുടെ വാക്കില്, നമ്മുടെ പ്രവൃത്തിയില്, നമ്മുടെ ചിന്തയില്, നമ്മളുടെ ഇടപാടുകളില് ഒക്കെ ഒരു തൂക്കുകട്ട ഈ ദിവസങ്ങളില് നമുക്ക് ആഗ്രഹമാ, നമുക്ക് ആവശ്യമാ. പ്രിയപ്പെട്ടവരെ, ഒരു തൂക്കുകട്ടയ്ക്ക് മുമ്പിൽ ഹല്ലേലൂയ നാം നമ്മെ തന്നെ ഒന്ന് വളവില്ലാതെ, നമ്മെ തന്നെ ഒന്ന് കുറവില്ലാതെ പണിയപ്പെടാനായിട്ട് നമുക്ക് ദൈവീയ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ. പ്രിയ അക്സസിസ്റ്റോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുക. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നാം ഇപ്രകാരം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. അവൻ തന്നെത്താൻ കാണിക്കും വരെ മരുഭൂമിയിലായിരുന്നു. അവൻ തന്നെത്താൻ കാണിക്കും വരെ മരുഭൂമിയിലായിരുന്നു. ഒരു പീരീഡ് ഓഫ് ടൈം ആരെയും കാണിക്കാതെ ദൈവസന്നിധിയിലായിരുന്ന ഒരു പീരീഡ്. എങ്കിൽ അവൻ ഒരു സമയത്ത് ഹല്ലേലൂയ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമായി അവൻ ഒരു സമയത്ത് വെളിപ്പെടാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ, ജീവിതത്തിലെ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ നിന്നൊരു മാറ്റി ദൈവത്തിലെ ശബ്ദം വെളിയിൽ കൊണ്ടുവരുന്ന അനുഭവങ്ങളെ അനേകര് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം കേട്ടതുപോലെ ശബ്ദം കേൾക്കാനായിട്ട് ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഹല്ലേലൂയ. അത് ചിലരുടെ മുൻപിൽ കേൾക്കാനായിട്ട് രാജ്യങ്ങൾ പോലും ആ ശബ്ദം കേൾക്കാനായിട്ട് ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ശബ്ദം കേൾക്കുവാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി വഴിയൊരുക്കുന്ന, അനേകരെ കർത്താവിലേക്ക് ഒരുക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്റെ ശബ്ദം ഉയർത്താനായിട്ട് ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുക. ആമേൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നമ്മള് ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, നമുക്കൊരു 100 രൂപ ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? അടുത്തിരിക്കുന്നവരോട് നമ്മൾ ആദ്യം ചോദിക്കും, ഒരു 100 രൂപ തരാമോ എന്ന് ചോദിക്കും. ഇത് ആരും തരത്തില്ലെന്ന് കാണുമ്പോഴെന്തെന്നുണ്ട് ലാസ്റ്റ് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കും. നമ്മൾ അങ്ങനെ ചെയ്യാറ്. നമുക്ക് ആദ്യം കുഞ്ഞു പനിയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറിന്റെ അടുത്തോട്ട് ഓടും. എല്ലാം കഴിഞ്ഞ് ക്യാൻസറിന്റെ 4th സ്റ്റേജും കഴിഞ്ഞ് 5th സ്റ്റേജും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മുഖത്തോട്ട് നമ്മൾ നോക്കും. നമ്മുടെ ആ പൊടിക്കൈകളൊക്കെ ഒന്നും നടക്കാതെ വന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കും. ഹല്ലേലൂയ. ഡോക്ടറും കൈയൊഴിഞ്ഞു കഴിയുമ്പം, എന്നാ പ്രിയപ്പെട്ടവരെ, ഈ ദൈവം ഈ 100 രൂപ വേണ്ട സമയത്ത് കർത്താവെ എനിക്കൊരു 100 രൂപ വേണമെന്ന് പറയുമ്പം ഈ കർത്താവ് നമുക്ക് തരത്തില്ലായിരുന്നു? കർത്താവ് എന്തെങ്കിലുമൊക്കെ, കാരണം ആ ഒരു ബന്ധം ഈ ദിവസങ്ങൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യണം. ഈ ദിവസങ്ങൾ എല്ലാ ദിവസവും ഞാൻ വായിക്കുന്ന ഒരു വേദഭാഗമാണ് 121 സങ്കീർത്തനം, അതിന്റെ 2-ാം വാക്യം. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരും. ഞാൻ ഈ വാക്യം എല്ലാ ദിവസവും സ്കൂളിൽ പോയിരുന്നു വായിക്കും ഞാൻ. കാരണം എനിക്കറിയാം എൻ്റെ ഒരു താഴ്ച കാണാൻ, എൻ്റെ ഒരു വീഴ്ച കാണാനായിട്ട് കാത്തിരിക്കുന്ന ഒത്തിരി പേര് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം പല കാര്യത്തിലും ഞാൻ ഇങ്ങനെ പൊത്തുവരുത്തമായിട്ട് സ്കൂളിൽ നിൽക്കാത്തത് കൊണ്ട് ഒത്തിരി പേര് എനിക്ക് വിരോധമായിട്ട് നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം.
ഞാൻ ഈ ദിവസങ്ങൾ ദൈവത്തോട് ഞാൻ കരയും. കർത്താവെ, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. കർത്താവെ, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. കർത്താവെ, ഞാൻ ദൈവത്തോട് ഞാൻ കരയും. ഞാൻ ഓരോ ക്ലാസ്സസിന് ഞാൻ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും. കർത്താവെ, സഹായിക്കണമേ, നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രെങ്ത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ചെയർമാൻ സാറിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാതെ സ്കൂൾ നടത്താനായിട്ട് കർത്താവ് സഹായിക്കണേ. ഞാൻ ഓരോ വിഷയങ്ങളും ഞാൻ ദൈവസന്നിധി ഞാൻ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ വരും. നമ്മളോട് പറയും, നമ്മുടെ സഹോദരങ്ങൾ പറയും, നമ്മുടെ പ്രിയപ്പെട്ടവർ പറയും, സഹായിക്കാമെന്ന് പറയും. പക്ഷെ തക്ക സമയത്ത് ഒരുപക്ഷെ ചിലര് നമ്മളോട് പറയും സഹായിക്കാന്ന് പറയും. സഹായിക്കാന്ന് പറഞ്ഞ് നമ്മൾ ഈ സഹായം വേണ്ടിയ കൃത്യസമയത്ത് വരുമ്പോ എന്താണെന്നറിയാമോ? അവരുടെ ഫോൺ കിട്ടത്തില്ല, അവരുടെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. നമ്മളാകെ ടെൻഷൻ അടിച്ചാകെ അങ്ങേയറ്റം നമ്മൾ പ്രാകും. കാരണം എന്തെങ്കിലുമൊക്കെ വിഷയം വരുമ്പോൾ നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞവരുടെ എല്ലാവരുടെയും ഫോൺ ഔട്ട് ഓഫ് ഓർഡറോ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ പ്രതികൂലമായിരിക്കും. ദൈവത്തിൽ നമ്മെ ഒരു കാര്യം പഠിപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ അത് പഠിപ്പിച്ചിരിക്കും. ജീവിതത്തിൽ ദൈവം ഒരിക്കലും ആരെയും ഒന്നും പഠിക്കാതെ ഒരിക്കലും ഒരിക്കലും ദൈവം വിടത്തില്ല. എനിക്കറിയാം, എന്റെ ജീവിതത്തിൽ ഞാനും ഒത്തിരി പ്രശ്നത്തിന്, ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന സമയത്ത് ഞാൻ വളരെ പ്രതികൂലത്തിലൂടെ കടന്നുപോയ സമയം. കാരണം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഞങ്ങള് 2009 മൊബൈൽ മോർച്ചറിക്ക് മീൻസ് മുമ്പിൽ ആംബുലൻസ് പോകുന്നു, ഞങ്ങളുടെ വണ്ടി പോകുന്നു, ഡൽഹിക്ക് പോകുക. ഞാൻ ആ സമയത്ത് എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ഒറ്റ കാര്യമാണ് പറഞ്ഞത്. എനിക്കന്ന് എവിടുന്ന് ഈ വാക്യം കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കർത്താവ് എനിക്ക് ആ സമയത്ത് തന്ന വാക്യമാണ്. അന്നും ഇന്നും എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം എനിക്ക് കർത്താവ് തന്നാലുണ്ടല്ലോ, എന്റെ ജീവിതത്തിൽ എനിക്കൊരു ജീവൻ പകരുന്ന അമൃത് പോലെ. ഞാൻ കുഞ്ഞുങ്ങൾ രണ്ടുപേരും 11 വയസ്സുള്ള അപ്പുറം ഇപ്പുറം അവന്മാർ രണ്ടുപേരും ഇരിക്കുക. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. കാണുന്ന പപ്പ മാത്രമേ നഷ്ടമായി പോയിട്ടുള്ളൂ, കാണാത്ത പപ്പ സ്വർഗത്തിലുണ്ട്, അത് നിത്യനാ. ഹല്ലേലൂയ. അത് കാണുന്നത് അത് നിത്യമല്ലെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പപ്പ ഇല്ലെന്ന് ആരോടും പറയരുത്, സ്വർഗത്തിൽ നിങ്ങൾക്ക് ജീവിക്കുന്ന പപ്പയുണ്ടെന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട്, എനിക്കറിയത്തില്ല എനിക്ക് എവിടെ നിന്നാണോ ആ ഒരു ബലവും ആ ഒരു ശക്തിയും എനിക്ക് കർത്താവ് പകർന്നതെന്ന്. കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇന്നും ആ കാര്യം ഞാൻ ഓർക്കും. കർത്താവ് എനിക്ക് തക്ക സമയത്ത് ഞാനായിരിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേര് കോസിക്കലാൻ എന്ന. കോസിക്കലാൻ ആ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുമ്പോഴേ അപകടം സംഭവിച്ചത്. പുള്ളി ബി.എഡിന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി ഡൽഹിക്ക് പോകുന്ന സമയത്തായിരുന്നു. ഞാൻ ഇന്നും ആ സ്ഥലവും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞ ആ കാര്യം. കാരണം ചില സംഭവങ്ങൾ ദൈവം നമ്മെ ബലപ്പെടുത്താനായിട്ട്, ദൈവത്തിന്റെ വചനം നമ്മെ തുടർന്നുള്ള ദിവസങ്ങൾ ദൈവം എന്നോട് സംസാരിക്കാൻ ഇടയായി തീർന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഞാൻ ഒത്തിരി ബലപ്പെട്ടു. ഇതേ വചനം ചില വർഷങ്ങൾക്ക് ശേഷം, 2023 ഒക്ടോബർ മാസം ഞാനൊരു ജസ്റ്റ് ഒന്ന് വീട്ടിൽ ഞാനൊന്ന് വീഴാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ മുട്ടിന് താഴോട്ടുള്ള എല്ലും എൻ്റെ രണ്ട് ടിബിയ ഫിബുല രണ്ടും ഫ്രാക്ചറായി. ഒരു 24 മണിക്കൂർ പോരാന്ന് പറഞ്ഞ് ഓടി നടന്നതിന്റെ മധ്യത്തില് മോൻ ജസ്റ്റ് ഖത്തറിലേക്ക് പോയി. അവന് ജോലിയൊന്നും ആയിട്ടില്ല. അടുത്ത സൺഡേ ആണ്, ഒക്ടോബർ 1 തീയതി ആയിരുന്നു. ഞാൻ വീണ്. അതുവരെ എനിക്ക് ഷുഗർ ഇല്ല, BP ഇല്ല, ഒന്നുമില്ല. അന്ന് രാത്രിയിൽ എനിക്ക് പെട്ടെന്ന് ഷുഗർ ഹൈ ആയി, ബി പി ഹൈ ആയി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജിൽ എന്നെ കൊണ്ടുപോയി. മീൻസ് അവിടെ ചെന്ന സമയത്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഡെയിലി എനിക്ക് 4 ഇൻസുലിൻ എനിക്ക് തരാൻ വേണ്ടി തുടങ്ങി. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഷുഗറിന്റെ ലെവൽ ഒന്ന് കൺട്രോൾ ആവണം. ഞാൻ അവിടെ കിടന്നപ്പോ കർത്താവ് എനിക്കൊരു വചനം തന്നു. ഇതേ വചനം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കർത്താവ് എന്നോട് സംസാരിച്ചത് ഇങ്ങനെ, നമ്മൾ ശുദ്ധമായ വെള്ളമാണെങ്കിൽ കലക്കാൻ പറ്റത്തില്ല. അത് ശുദ്ധമായ വെള്ളം നമുക്ക് കലങ്ങാൻ പറ്റത്തില്ല. ശുദ്ധമായ വെള്ളമായിട്ട് കലക്കാൻ പറ്റത്തില്ല. അതിനകത്ത് വല്ല പഞ്ചസാരയോ ഉപ്പോ വല്ലതും ചേർത്തിട്ട് നമുക്ക് കലക്കാൻ പറ്റത്തുള്ളൂ. നിന്റെ ഹൃദയം നീ ദൈവത്തിൽ മാത്രം ഉറച്ചിരുന്നാൽ നീ ഒരിക്കലും കലങ്ങത്തില്ല. നിന്റെ ഒറ്റ ചിന്ത, ദൈവം സൗഖ്യമാക്കും, ദൈവം വിടുവിക്കും. ഈ പ്രശ്നത്തിന്റെ ഒക്കെ ഉത്തരം ദൈവമാ. ദൈവത്തിൽ മാത്രം പൂർണ്ണ ശ്രദ്ധ വെച്ചിരിക്ക്. നീ കലങ്ങിപ്പോകരുത്. അപ്പുറം ഇത് പറ്റുമോ? ഇനി ഷുഗർ കൂടി ഇനി ലൈഫ് ലോങ്
ഇൻസുലിൻ വെക്കേണ്ട വരുമോ? ഇങ്ങനെയൊക്കെയുള്ള പല പല ചിന്തകൾ ഇങ്ങനെ വന്നു. എനിക്ക് നടക്കാൻ പറ്റുമോ? എനിക്ക് പല പല ചിന്തകൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ കർത്താവ് എനിക്ക് തന്ന ഒരു അല്ല വചനമായത്. ഞാൻ അത് എൻ്റെ ഹൃദയത്തിൽ വളരെ ശക്തി, കാരണം ദൈവം ഒരു വചനം തന്നെ ദൈവം വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ദൈവം ഉപയോഗിക്കാനുള്ളത്. കർത്താവിനോട് അവിടുന്ന് ഇടപെട്ടു. അത് ഇയ്യോബിന്റെ ജീവിതത്തിൽ അവന്റെ നന്മകള് ശെബായരും കൽദയരും വന്ന് അപഹരിച്ചു കൊണ്ടുപോയതുപോലെ എൻ്റെ ആരോഗ്യത്തെ പല പല രീതിയിൽ നഷ്ടമാക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ അവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഹല്ലേലൂയ ഞാൻ അവിടുന്ന് ഇറങ്ങിയ സമയത്ത്, പിന്നെ അവര് ഇൻസുലിൻ തരുന്ന സമയത്ത് ഞാൻ ഹൈപ്പോഗ്ലൈസീമിയയിൽ പോയി, ഇൻസുലിൻ മാറ്റി, അതിന്റെ പിന്നെ ഒരു ടാബ്ലറ്റ് ആക്കി, ടാബ്ലറ്റ് മാറ്റി, അവസാനം ഞാൻ ജസ്റ്റ് ഡയബറ്റിക് ഡയറ്റ് മാത്രം അവർ പറഞ്ഞിട്ട് എന്നെ വിടാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ജസ്റ്റ് 2 സ്റ്റീൽ പ്ലേറ്റ് കണക്ട് ചെയ്തു. കഴിഞ്ഞ വർഷം മെയ്യില് ആ സ്റ്റീൽ പ്ലേറ്റ് മാറ്റാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പൊ ശരിക്കും ഞാൻ മറ്റുള്ളവരെ കൂടെ എനിക്ക് ഓടി നടക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ ഇപ്പൊ നടക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞാൻ ആദ്യ സമയങ്ങളൊക്കെ വാക്കറൊക്കെ ആയിട്ടാ സ്കൂളിൽ പോയിരുന്നത്. പക്ഷെ കർത്താവ് ഞാൻ ദൈവം പഠിപ്പിക്കുന്നു. ഞാൻ അവിടെ ആ കട്ടില്, ഞാൻ ആ രാത്രി കാലങ്ങൾ ഞാൻ ആ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അവിടെ കിടന്ന് ഒരു പാട്ട് എഴുതാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഹല്ലേലൂയ. ദൈവം ജീവിതത്തിൽ കടത്തിക്കൊണ്ട് പോകുന്ന ഓരോ വഴികളിലും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാനല്ല. ഹല്ലേലൂയ. അതേ, ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് അദുല്ലാം ഗുഹയിലായിരുന്ന സമയത്തും ഓരോരോ വ്യത്യസ്ത സാഹചര്യങ്ങളായിരുന്ന സമയത്തും ദാവീദ് ഓരോ സങ്കീർത്തനങ്ങൾ എഴുതാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നാം പ്രതികൂലങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും നാം പതറിപ്പോകരുത്, നാം പിന്മാറിപ്പോകരുത്, ദൈവത്തെ വിട്ടുപോകരുത്. ഹല്ലേലൂയ. അതേ, ദൈവം നമുക്ക് മതിയായവനാ. ഹല്ലേലൂയ. അവിടുത്തെ ആത്മാവിനാൽ ഹല്ലേലൂയ. നമ്മളൊരു മനുഷ്യനോട് നമ്മൾ കണ്ടിന്യൂസ് കുറെ നാൾ നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ നമുക്കത് ബോറിങ് ഫീൽ ചെയ്യും. പക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ ഓരോ ദിവസം ഇരിക്കുമ്പോൾ ആ ഒരു ഹല്ലേലൂയ, യഹോവ നല്ലവനെന്ന് ആ ഒരു രുചിച്ചറിയുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അത് ആ സന്നിധിയിൽ ഇരുന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഒത്തിരി തിരക്കുകൾ കൊണ്ടും ഒത്തിരി ഓടി നടക്കാനൊക്കെ ഉള്ള ഓരോ വ്യക്തികളും തൻ്റെ ജീവിതത്തിൽ സമയം കണ്ടെത്തി ദൈവത്തോട് സംസാരിക്കാനായിട്ട് ആരും വീട്ടിലില്ലാത്ത സമയത്ത് ദൈവസന്നിധിയിൽ ഇരിക്കുക. നമുക്ക് വളരെ, അല്ലെങ്കിൽ ചിലപ്പം കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചോണ്ടൊക്കെ ഇരിക്കും. ആരും വീട്ടിലാത്ത സമയത്ത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഫോണും നോക്കി ഇരിക്കാതെ പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ ഇരിക്കുക. വളരെ ഹൃദ്യമായിട്ട് ആ ദൈവത്തിന്റെ പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. ഫേബാസ് സനേഷ് സിസ്റ്റർ ദൈവാത്മ പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അതേ, ആ ഹല്ലേലൂയ, കാറ്റ് കാണത്തില്ല, മഴയും കാണത്തില്ല, എങ്കിലും ഹല്ലേലൂയ, നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഞാൻ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയ്ക്കും. ഒന്നും കാണത്തില്ല, സപ്പോർട്ടീവായിട്ട് ഒന്നും കാണത്തില്ല, എങ്കിൽ ദൈവം ചിലത് നിറയ്ക്കും. ഹല്ലേലൂയ. അതേ, പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു, ഞാൻ വലിയൊരു മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്. ഒരു അനുഗ്രഹത്തിന്റെ മഴ, ഒരു ദൈവപ്രവൃത്തിയുടെ മഴ. അതിന്റെ ശബ്ദം ഈ നാളുകളിൽ കാതിൽ കേൾക്കാനായിട്ട് ദൈവസന്നിധിയിൽ താണിരുന്നാട്ടെ. ദൈവസന്നിധിയിൽ താണിരുന്ന ഏലിയാവിന് ആ മഴയുടെ മുഴക്കം അവൻ എന്തിനു വേണ്ടിയാണോ ഹല്ലേലൂയ അതേ ആ കർമ്മേലിൽ നിന്നത്, അതിന്റെ മുഴക്കം കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയെങ്കിൽ, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന വ്യക്തിയെങ്കിൽ ഹല്ലേലൂയ, ഒരു മഴയുടെ മുഴക്കം ഈ നാളുകളിൽ കേൾക്കാനായിട്ട് ഹല്ലേലൂയ ദൈവം തന്റെ ഹല്ലേലൂയ ദൂതന്മാരെ അയക്കുകയാ. ഹല്ലേലൂയ. ചില പ്രത്യേക വിടുതലുകൾ, ചില പ്രത്യേക മഴ പോലെ തണുപ്പിക്കുന്ന ചില അനുഭവങ്ങളെ ദൈവം ജീവിതത്തിലേക്ക് പകർന്നു തരികയാ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കറിയാം, നമ്മൾ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓടും ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ അതേ വിജയത്തിന് നമുക്കറിയാം, യുദ്ധം നേരിട്ട് കഴിയുമ്പോൾ കുതിര എത്ര ഉണ്ടെന്നൊക്കെ ഇവർ അന്വേഷിക്കും, എത്ര കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നു. പക്ഷെ കർത്താവ് പറയുകയാ, ദൈവവചനം പറയുന്നു, ജയത്തിന് കുതിര വ്യർത്ഥമാ.
ജയത്തിന് കുതിര വ്യർത്ഥമാ. ഓ ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നിനക്ക് ജയം വേണമെങ്കിൽ പുറത്തുള്ള ഒന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ട. കണ്ണുകളെ ഒന്ന് ഉയർത്താനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് എവിടെയോ കേട്ട ഒരുവൻ, ഞാൻ എന്റെ കണ്ണുകൾ ഉയർത്തിടും നേരം വൈരിയൻ കോട്ടകൾ തകർന്നിടുമേ എന്ന്. എനിക്കൊന്ന് മാരാമൺ കൺവെൻഷൻ എന്തോ ഒരു പാട്ടാണ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളത്. ഞാൻ എന്റെ കണ്ണുകൾ ഉയർത്തിടും നേരം വൈരിയൻ കോട്ടകൾ. ദൈവസന്നിധിയിൽ കണ്ണുകളെ ഉയർത്താനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവം ഈ ദിവസങ്ങൾ ചില വൈരിയുടെ കോട്ടകളെ ഹല്ലേലൂയ ഹല്ലേലൂയ അത് തകർത്ത് കളയാനായിട്ട് പോവുകയാ. പ്രിയ ബിജോയ്, ഹല്ലേലൂയ, പ്രിയ അഭിഷിക്തനോട് ദൈവാത്മ പറയുകയാ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും വലിക്കയില്ല. ഓ ഹല്ലേലൂയ. ശത്രു ശത്രു ഹല്ലേലൂയ കോട്ടകൾ മെനയും, ദൈവം അതിനെ തകർത്ത് കളയും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളില് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി എത്രത്തോളം പണിയുന്നുവോ അത്രത്തോളം തകർത്ത് കളയുവാൻ ഒരു ശത്രു നോക്കുമ്പോൾ, ഓ കൃപ എന്ന് ആർപ്പോടെ ഹല്ലേലൂയ പണിയാനായിട്ട്, കൃപ എന്ന് ആർപ്പോടെ, വേറെ ഒന്നും ആർക്കരുത്, കൃപയെന്ന്, only because of his grace, ആ കൃപ മാത്രം കൊണ്ട്, അതേ കൃപ എന്ന് ആർപ്പോടെ ആണിക്കല്ല് കയറ്റാനായിട്ട്, ഓ ദൈവം ഈ ദിവസങ്ങളിൽ ശുശ്രൂഷ മേഖലകളെ ദൈവം ഹല്ലേലൂയ വലിയ കോട്ടകളെ പണിയുന്ന അത്രയും ശക്തമായ ഒരു ദൈവ പ്രവൃത്തിയുടെ ആഴങ്ങളിലേക്ക് ദൈവം ഈ ദിവസങ്ങൾ ഇറക്കാനായിട്ട് പോവുകയാ. എങ്കിൽ ഒന്നേ ഉള്ളു, അതേ ഒരു കൃപയുടെ ഗായകനായി, അതേ കൃപയെ ഘോഷിക്കുന്നവനായി, ഓ കുടുംബമായി ആ കൃപയെ വർണ്ണിക്കുന്ന, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, അത് അവിടുത്തെ കൃപ മതി. ഓ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതേ ഹല്ലേലൂയ. എവിടെയും ബലവാനാക്കി തീർക്കുന്ന, ഓ ഫില്ല് ചെയ്യുന്ന, എവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള പ്ലേസ് ഉണ്ടോ അതിനെ ഫില്ല് ചെയ്യുന്ന ആ കൃപയ്ക്ക് വേണ്ടി ദൈവീയ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരട്ടെ. ആ കൃപയെക്കുറിച്ച് വർണ്ണിക്കട്ടെ, ആ കൃപയെക്കുറിച്ച് പാടട്ടെ. ആ കൃപ, ഓ ഹല്ലേലൂയ, പ്രിയ കുടുംബത്തെ ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, അതേ ജയത്തിന് കുതിര വ്യർത്ഥമാ. എനിക്കൊരു യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അങ്ങനെ ഇരിക്കണമെങ്കിൽ നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതൊരു പക്ഷേ ട്രംപിനും പറ്റത്തില്ല, അത് മറ്റുള്ള ലോക നേതാക്കന്മാർക്ക് ആർക്കും പറ്റത്തില്ല, അവർക്ക് ഉറക്കമൊന്നും കിട്ടത്തില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റും, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കുമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അപ്രകാരം ധൈര്യത്തോടെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് ദൈവീയ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്, ഹല്ലേലൂയ, ദൈവീയ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കറിയാം, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളുടെ ചരിത്രം വെച്ച് നോക്കിയാല്, ഹല്ലേലൂയ, വേദപുസ്തകത്തിലുടനീളം അവര് ജയിച്ചതും അവര് യുദ്ധം ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ദൈവം അവർക്ക് ജയം കൊടുത്തു. എത്രയോ സ്ഥലങ്ങളിൽ അവർ യുദ്ധം ചെയ്യാതെ ദൈവം അവർക്ക് ജയം കൊടുത്തു. പ്രിയപ്പെട്ട ദൈവത്തിനെ, നീ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, നീ ആരോടും വഴക്കിടാനായിട്ട് പോകേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ജയത്തിന് കുതിര വ്യർത്ഥമാ. നീ കുതിര കൊണ്ട്, കാലാളുകളെ കൊണ്ടൊക്കെ അവിടെ ചെന്നിട്ട് അവരോട് യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. നാളെ എന്താ ആ സഹോദരി പറഞ്ഞത്, ആ സഹോദരൻ പറഞ്ഞത്, അവന് ഉത്തരം പറയേണ്ട എന്താന്ന് നീ ചിന്തിച്ച് വല്ലാതെ ഭാരപ്പെടണ്ട. അടുക്കള ജോലി ചെയ്യുന്ന സമയത്തെല്ലാം അവൾ പറഞ്ഞതിന് തക്ക ഉത്തരം, ആ സിസ്റ്റർ പറഞ്ഞതിന് തക്ക ഉത്തരം ഞാൻ ഞായറാഴ്ച ചെന്നപ്പോൾ കണ്ടപ്പോ എനിക്കിട്ട് ഒരു പാര വെച്ചു, അതിന് തക്ക ഉത്തരം ഞാൻ എങ്ങനെ കൊടുക്കുമെന്നൊന്നും വിചാരിച്ച് ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരത്തിൻ കീഴിൽ താണിരിക്കാൻ നമുക്ക്. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. നമുക്ക് ലോകത്തിലുള്ളവർ കോട്ടകളെയൊക്കെ പണിതുകൊണ്ടിരിക്കും, നമുക്ക് ദുർഗമായിട്ട് കർത്താവുണ്ടെന്നേ. ഹല്ലേലൂയ. ലോകത്തിലുള്ളവരൊക്കെ യുദ്ധം ചെയ്യും, നമുക്ക് യുദ്ധം ചെയ്യാൻ സൈന്യങ്ങളുടെ യഹോവയുണ്ടെന്നേ. നമ്മൾ പാടുന്നുണ്ടല്ലോ, അത് വിധവയ്ക്ക് കാന്തനും സാധുവിന് അപ്പവും എല്ലാവർക്കും എല്ലാമൻ കർത്താവ് അത്രയെന്ന്. നമ്മുടെ കർത്താവ്. ചിലര് പറയും, നീ എല്ലാം കർത്താവേ എന്നും പറഞ്ഞുകൊണ്ടിരുന്നാ മതി, കർത്താവ് നിനക്ക് കൊണ്ടുതരുമോന്ന്. കർത്താവ് കൊണ്ടുതരും.
ഞാൻ അത് വിശ്വസിക്കുക. നമ്മളെല്ലാരും അതെ, കർത്താവ് കൊണ്ടുതരുമെന്ന് വിശ്വസിച്ചാൽ നമ്മുടെ കർത്താവ് നമ്മെ ഒരിക്കലും ലജ്ജിപ്പിക്കത്തില്ല. യുദ്ധം ചെയ്യാതെ പോലും ജയം കൊടുത്ത, ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ഈവൻ ഒരു മാപ്പിൽ ഒരു 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 പ്ലേസ് കാണിക്കാൻ പോലും ഇല്ലാത്ത ഒരു ചെറിയ രാജ്യമായി ഇസ്രായേലിനെ എന്റെ ദൈവം ഇത്രത്തോളം കരുതിയ ദൈവത്തിന്റെ, ആ അബ്രഹാമിന്റെ സന്തതിയോട് ദൈവം ചെയ്ത എല്ലാ കരുണയ്ക്കുമായിട്ട് നമുക്ക് സ്തുതിക്കാം പ്രിയപ്പെട്ടവരെ. ദൈവജനം ഇസ്രായേലിൽ നിന്നും ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് പ്രയാണം ചെയ്തപ്പോൾ എത്രയെത്ര തടസ്സങ്ങളാണ് അവരുടെ മുമ്പിൽ വന്നത്. ഇന്ന് പ്രിയപ്പെട്ട ഓരോരുത്തരോടും ഞാൻ ഇന്ന് പറയുക, നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തില് നമ്മൾ വിശ്വാസത്തിൽ കടന്നു പോകുന്ന സമയത്ത് എത്രയെത്ര പ്രതികൂലങ്ങളെയാണ് നമ്മൾ തരണം ചെയ്യുന്നത്. ആ കനാനിനെ ലക്ഷ്യമാക്കി ആ യാത്ര ചെയ്ത നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ചതുപോലെ തുടക്കത്തിൽ തന്നെ അവരെ മടക്കിക്കൊണ്ടു പോകാനായിട്ട് ഫറവോനും സൈന്യവും അവരുടെ കൂടെ കടന്നു വരാനായിട്ട് ഇടയായി. അതേ പ്രിയപ്പെട്ടവരെ, എങ്കിൽ അവിടെയൊക്കെ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് ഇടയായി തുറന്നു. കേവലം പഴയ നിയമത്തിൽ നാം ഇപ്രകാരമുള്ള ദൈവം വെളിപ്പെട്ട സംഭവങ്ങളെ കാണുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഈ കാലയളവിലും നമ്മുടെ ദൈവം യുദ്ധം ചെയ്യാൻ മതിയായവനാ. ഹല്ലേലൂയ. നമുക്ക് ദൈവീയ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ നീട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കുക. ഞാൻ കർത്താവിന്റെ സന്നിധി നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, കർത്താവിന്റെ ആത്മാവിനാൽ. സെരുബ്ബാബേലിനുള്ള യഹോവയുടെ അരുളപ്പാടാവിത്. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. അതിന് കൃപയെന്ന് ആർപ്പോടെ ആണിക്കല്ലേ. ആമേൻ. ഹല്ലേലൂയ. ദൈവീയ കരങ്ങളിലേക്ക്. ഹല്ലേലൂയ. ഒന്നും വേറെ ഒന്നും വേണ്ട. വേറെ ഒന്നും യോഗ്യതയില്ല പറയാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒരു വാക്ക് പോലും പറയാനായിട്ട്, ഒരു സാക്ഷ്യം പറയാൻ പോലും പേടിച്ചിരുന്ന ഞാന് ഇന്ന് അനേകരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ദൈവം എന്നെ ബലപ്പെടുത്തുന്നു എങ്കിൽ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവര്, എനിക്ക് എന്താ എന്റെ ഇതായിട്ട് പറയാനുള്ളത്? കർത്താവ് ബലപ്പെടുത്തുക, കർത്താവ് ശക്തീകരിക്കുക. എത്രയോ ട്രാഫിക്കിലൊക്കെ പെട്ട സമയത്ത് എത്രയോ അപകടങ്ങൾ സംഭവിക്കാമായിരുന്നു. അവിടെയൊക്കെ ദൈവം നമ്മെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നില്ലേ? ചിലതൊക്കെ സംഭവിക്കുമ്പോഴേ നമ്മളിങ്ങനെ ഓർക്കും, ദൈവം, ഞാൻ അന്നേരം ആ വഴി കൂടെ പോയില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു, ഞാൻ എന്തിനാപ്പം പോയത്? എന്നാൽ എത്രയോ വട്ടം പലയിടത്തൂടെയും പോയിട്ട് കർത്താവ് നമ്മെ തൂത്തുവാരി എടുത്തോണ്ട് വന്നതൊന്നും നമ്മൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് കർത്താവ് ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് സഖിയാണ്, ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന് നമുക്ക് പറയാം. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ കർത്താവാ. എന്റെ ഹല്ലേലൂയ, എനിക്കുള്ള എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് എന്റെ കർത്താവാ എനിക്കുള്ളത്. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ വരുന്നു. നിങ്ങളൊക്കെ മറ്റു പലതിലും ആശ്രയിക്ക് ലോകരെ. എങ്കിൽ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഞങ്ങളുടെ സഹായം മറ്റുള്ളവരോട് സഹായം ചോദിച്ച് സഹായത്തിന് കൈ തട്ടിക്കളഞ്ഞ് ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറയാം, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരും. നമ്മളത് ആവർത്തിച്ച് പറയുമ്പോ, ഹല്ലേലൂയ. ഞാൻ ഒന്ന് രാവിലെ എന്നിട്ട് യൂട്യൂബ് തുറന്ന സമയത്ത് ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിക്കുന്ന കേൾക്കുകയാണ്. ഹല്ലേലൂയ. അതിങ്ങനെ പ്രസംഗം ഞാൻ പലതവണ കേട്ടു. ഞാൻ ഇങ്ങനെ ആമേൻ 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 പറഞ്ഞിരുന്നു. കാരണം അത് നമുക്ക് വീണ്ടും നമുക്ക് ആമേൻ പറയാം. ദൈവം നമ്മളോട് പറയുന്ന വചനങ്ങൾ നമുക്ക് ആമേൻ പറയാം. നമ്മളൊരു മനുഷ്യന്റെ വാക്കിനല്ല നമ്മൾ ആമേൻ പറയുന്നത്, ഒരു മനുഷ്യന്റെ വാക്കിനല്ല നമ്മൾ യെസ് പറയുന്നത്. ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നാം ആമേൻ പറഞ്ഞാൽ, ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നാം യെസ് പറഞ്ഞാൽ അത് ആമേനായി തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീരും. ഹല്ലേലൂയ. അതെന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന ഇൻക്ലൂഡിങ് മീ 47 ഡിവൈസസിനെ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനാലുള്ള ആ ഒരു ദൈവത്തിന്റെ എല്ലാ ആളത്വവും, ദൈവത്തിന്റെ എല്ലാ മഹത്വവും, ദൈവത്തിന്റെ എല്ലാ വലിപ്പവും അതിന് തക്ക
ഉത്തരങ്ങൾ ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കർത്താവ് പകരേണ്ടതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് സൈന്യത്താൽ അല്ല, ഓ ഹല്ലേലൂയ, ഓ ശക്തിയാൽ അല്ല, അവിടുത്തെ ആത്മാവിനാൽ. ഹല്ലേലൂയ. അതെ, അവിടുത്തെ ആത്മാവിനാൽ. അതെ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. ഹല്ലേലൂയ. അതെ, ഞങ്ങളെ സകലത്തിലും മതിയാക്കുന്ന, സകലത്തിലും ഞങ്ങളെ ശക്തരാക്കുന്ന അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്നത്തെ ഈ ലോകത്തിലുള്ള ഒരായുധത്തിനും അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്തത്, ഞങ്ങളുടെ പണത്തിന് ചെയ്യാൻ കഴിയാത്തത്, ഞങ്ങളുടെ ആരോഗ്യത്തിന് ചെയ്യാൻ കഴിയാത്തത്, ഞങ്ങളുടെ ആൾ സമ്പത്തിന് ചെയ്യാൻ കഴിയാത്തത്, ഞങ്ങൾ എന്താണോ ഞങ്ങളുടെ ഈ ഭൂമിയിൽ ഞങ്ങളുടേതെന്ന് പറഞ്ഞ് ഞങ്ങൾ അഹങ്കരിക്കുന്നത്, അതിനൊന്നും ചെയ്യാൻ കഴിയാത്തത് അവിടുത്തെ ആത്മാവിനാൽ അവിടുന്ന് ചെയ്യണം. അവിടുത്തെ ആത്മാവിനാൽ അവിടുന്ന് സൗഖ്യമാക്കണം. അവിടുത്തെ ആത്മാവിനാൽ അവിടുന്ന് സമാധാനത്താൽ നിറയ്ക്കണം. അവിടുത്തെ ആത്മാവിനാൽ ജയത്തോടെ അവിടുത്തെ ജനത്തെ അവിടുന്ന് സൂക്ഷിക്കണം. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളുടെ തലമുറകളെ അവിടുന്ന് ഹല്ലേലൂയ ശ്രേഷ്ഠരാക്കി തീർക്കണം. അവിടുത്തെ ആത്മാവിനാൽ ഓ സിംഹത്തെ പോലെ കടിച്ചു കീറുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ആർത്തു വരുന്ന ഓ ഹല്ലേലൂയ അതേ ശത്രുവിനെ വലിച്ചു കീറിയ ഒരു ദാവീദിന്റെ മേൽ പകർന്ന അഭിഷേകം കർത്താവെ ഞങ്ങളുടെ മേൽ അവിടുന്ന് പകരണം. സാഹചര്യങ്ങളിലൂടെ ഞങ്ങളെ തകർത്ത് കളയുവാൻ വരുന്ന പ്രതികൂലങ്ങളെ തകർത്ത് കളയുവാൻ, കീറിക്കളയുവാനുള്ള അഭിഷേകത്തിന്റെ ശക്തി അവിടുത്തെ ജനത്തിന്റെ മേൽ അവിടുന്ന് പകരണം. വലിയ ദൈവപ്രവൃത്തി ഞങ്ങളുടെ മധ്യേ പകരണം. അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തോത്രം. കർത്താവെ, ഈ പ്രിയപ്പെട്ടവർ ചെയ്യുന്ന മിനിസ്ട്രിയെ, അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ എല്ലാം അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരായിരിക്കാൻ, അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്ന വചനപ്രകാരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു.